ശബരിമല തന്ത്രി കണ്ഠരര് രാജീവരുടെ വീട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത വാജി വാഹനം പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ ഹാജരാക്കി. പഞ്ചലോഹത്തിൽ സ്വർണം പൊതിഞ്ഞ വാജി വാഹന ശില്പം കൊല്ലം കോടതിയിലാണ് ഹാജരാക്കിയത്. ആർ അനന്തകൃഷ്ണനാണ് വിവരങ്ങളുമായി നോക്കും ചേരുന്നത്. അനന്തൻ, വാജി വാഹനം അത് സമർപ്പിക്കാൻ തയ്യാറാണ് എന്ന് തന്ത്രി നേരത്തെ അറിയിച്ചിരുന്നതാണ്. അതേസമയം ഇതെങ്ങനെ കൈവശം വെച്ചു എന്നടക്കമുള്ള ചോദ്യങ്ങൾ നിലനിൽക്കുന്നുണ്ടായിരുന്നു. സാഹചര്യം എന്താണ്? കേസുമായുള്ള ബന്ധം എന്താണ്? എന്താണ് ഇപ്പോൾ നടപടി? രതീഷ്, ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ തന്ത്രി കണ്ഠരര് രാജീവരുടെ വീട്ടിൽ കഴിഞ്ഞ ദിവസം SIT റെയ്ഡ് നടത്തിയിരുന്നു. ആ പരിശോധനയിലാണ് പൂജാമുറിയിൽ സൂക്ഷിച്ചിരുന്ന വാജിവാഹനം SIT കസ്റ്റഡിയിലെടുത്തത്. ആ വാജിവാഹനം പരിശോധിച്ച ശേഷം അത് പിന്നീട് കൊല്ലം വിജിലൻസ് കോടതിയിൽ, ഇപ്പോൾ കേസ് പരിഗണിക്കുന്ന കൊല്ലം വിജിലൻസ് കോടതിയിൽ നൽകുകയായിരുന്നു. അത് ഇന്നാണ് അവർ സമർപ്പിച്ചത്. അത് സ്വർണം കൊണ്ട് നിർമ്മിച്ച വാജിവാഹനമാണെന്നാണ് പരിശോധനയിൽ വ്യക്തമായതെന്നാണ് സൂചന. പക്ഷേ ശബരിമലയിൽ നിലവിൽ SIT അന്വേഷിക്കുന്ന സ്വർണ്ണക്കൊള്ള കേസുമായി ഈ വാജിവാഹനത്തിന് ബന്ധമില്ല. ഇത് നേരത്തെ 2017 ശബരിമല സന്നിധാനത്ത് മുൻപുണ്ടായിരുന്ന പഴയ കൊടിമരം മാറ്റി പുതിയ കൊടിമരം പ്രതിഷ്ഠിച്ചത്. അപ്പോൾ പഴയ കൊടിമരത്തിന്റെ മുകളിലുണ്ടായിരുന്ന വാജിവാഹനം, കുതിരയുടെ ശില്പം, അത് തന്ത്രിക്ക് കൈമാറിയെന്നായിരുന്നു പറഞ്ഞിരുന്നത്. അത് ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിവാദം ഉയർന്ന സമയത്താണ് ഈ പഴയ കൊടിമരത്തിലെ വാജിവാഹനം സംബന്ധിച്ചുള്ള തർക്കങ്ങളും ഉയർന്നത്. ആ സമയത്താണ് ആ വാജിവാഹനം എവിടെ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉയർന്നത്. അപ്പോഴാണത് തന്ത്രിക്ക് കൈമാറി എന്നുള്ള വിവരം പുറത്തു വരുന്നത്. അങ്ങനെ തന്ത്രി അന്ന് തന്നെ കണ്ഠരര് രാജീവരെ സമ്മതിച്ചിരുന്നു. അത് തന്റെ കൈവശമുണ്ട്, തനിക്ക് അവകാശപ്പെടുന്ന നിലയിലാണ് തന്നത്, അതിനകത്ത് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ളത്, അത് വേണമെങ്കിൽ തിരിച്ചേൽപ്പിക്കാം എന്നും തന്ത്രി എന്ന് പറഞ്ഞിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ദേവസ്വം ബോർഡിന് നൽകാൻ തയ്യാറാണെന്നൊക്കെ പരസ്യമായി പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷെ ദേവസ്വം ബോർഡ് അത് ഏറ്റുവാങ്ങിയിരുന്നില്ല. ആ വാജിവാഹനമാണ് ഇപ്പോൾ SIT, ആ വാജിവാഹനം എന്ന് പറഞ്ഞാണ് SIT ഇപ്പോൾ അത് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. പക്ഷേ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് SIT ആ വാജിവാഹനം കസ്റ്റഡിയിലെടുക്കുക എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ അവശേഷിക്കുന്നുണ്ട്. അത് സംബന്ധിച്ച് ഇനി SIT ആണ് വിശദീകരണം നൽകേണ്ടത്.